ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ EVS ആണ്. എൻവയോൺമെൻറ്റൽ സയൻസ് പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കാണ്. അതിലെ രണ്ടാമത്തെ ചാപ്റ്റർ, അതായത് 6th ചാപ്റ്റർ മാർവൽസ് ഓഫ് സ്കൈ. ഈ മാർവൽസ് ഓഫ് സ്കൈയുടെ രണ്ടാമത്തെ ക്ലാസ് ആണ് നമ്മുടെ ഇത്. പാർട്ട് 2 ക്ലാസ് ആണ്. പാർട്ട് 1 ക്ലാസ്സിലാണ് ബാക്കി ഉണ്ടാവുക, ബാക്കി പോർഷൻസ് എല്ലാം ഉണ്ടായിരിക്കുക. പാർട്ട് 2ൽ കംപ്ലീറ്റ് ലെസണും അതുപോലെ തന്നെ അവസാനം വരുന്ന ലെറ്റസ് ആസസ്, അതിൻ്റെ ആൻസേഴ്സ് എല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ പാഠത്തിൻ്റെ പേരാണ് മാർവൽസ് ഓഫ് സ്കൈ, ചാപ്റ്റർ 6. അപ്പം നമ്മൾ ഇവിടെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് വരെയുള്ള ഭാഗം പാർട്ട് 1ലുണ്ട്. പാർട്ട് 1ൻ്റെ വീഡിയോ നമ്മൾ ഇതിൽ തന്നെ ഉൾപ്പെടുത്താം. ഇതിൻ്റെ പ്ലേലിസ്റ്റിലും അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് പാർട്ട് 1 വീഡിയോ കിട്ടുന്നതായിരിക്കും. നമുക്ക് നോക്കാം. യു ക്യാൻ ഒബ്സർവ് ദ മൂൺ യൂസിങ് ദ സ്റ്റെല്ലേറിയം ആപ്പ് ഓൾസോ. ടു ദ മൂൺ ആണ് നമ്മുടെ ടോപ്പിക് വരുന്നത്. ഒബ്സർവ് ദ പിക്ചേഴ്സ്. ഈ പിക്ചേഴ്സ് എല്ലാം നോക്കുക. എന്താണ്, സ്പേസിലേക്ക് പോയ ചിത്രങ്ങളും സ്പേസിൽ നിന്നുള്ള ഇമേജസും അതൊക്കെയാണ് തന്നിരിക്കുന്നത്. എന്താണെന്ന് നോക്കാം. കളക്ട് മോർ ഇൻഫർമേഷൻ ബേസ്ഡ് ഓൺ ദീസ് പിക്ചേഴ്സ് ആൻഡ് ഡിസ്കസ് ഇറ്റ് ഇൻ ദ ക്ലാസ്. ഈ പിക്ചറിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ പിക്ചേഴ്സ് എല്ലാം കളക്ട് ചെയ്യുക എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾ ചെയ്യുക. ഡു യു സെലിബ്രേറ്റ് മൂൺ ഡേ ഇൻ യുവർ സ്കൂൾ? നിങ്ങളുടെ സ്കൂളിൽ മൂൺ ഡേ സെലിബ്രേറ്റ് ചെയ്യാറുണ്ടോ? വാട്ട് ആക്ടിവിറ്റീസ് were carried out in your school related to moon day? Collect the details and prepare a magazine. എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് ആ സമയത്ത് നടക്കാറ്, അതൊക്കെ കളക്ട് ചെയ്ത് ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് ഒരു മാഗസീനായിട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിവിടെ മൂണിനെ കുറിച്ച് തന്നിട്ടുണ്ട്. അതാണ് നമുക്കിവിടെ വേണ്ടത്. നമുക്കത് വായിച്ചു നോക്കാം. The moon is the only celestial body that humans have ever set foot on. മനുഷ്യൻ കാലുകുത്തിയ ആദ്യത്തെ അല്ലെങ്കിൽ ഒരേ ഒരു സാറ്റലൈറ്റ് എന്ന് പറയുന്നത്, സെലസ്റ്റിയൽ ബോഡി എന്ന് പറയുന്നത് മൂണാണ്. ഇറ്റ് ഹാസ് ബീൻ ഡിസ്കവേർഡ് ദാറ്റ് ദർ ആർ മെനി ഹിൽസ് ആൻഡ് ക്രേറ്റേഴ്സ് ഓൺ ദ മൂൺ. അപ്പോൾ ചന്ദ്രനിൽ ഒരുപാട് എന്തുണ്ട്, ഈ പറയുന്ന പോലെ തന്നെ ക്രേറ്റേഴ്സ്, ഗർത്തങ്ങൾ ഉണ്ടെന്നെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈവൻ ടുഡേ എഫേർട്സ് ആർ ബീങ് മെയ്ഡ് ബൈ മാൻ ടു നോ മോർ അബൌട്ട് ദ മിസ്റ്ററീസ് റിലേറ്റഡ് ടു ദ മൂൺ. ഇന്നും ഈ പറയുന്ന ചന്ദ്രനിൽ എന്തൊക്കെയാണ്, അതിൽ നമ്മൾ ഇതുവരെ അറിയാത്ത കുറേ മിസ്റ്ററീസ് ഇനിയും ഉണ്ട്. അതിനെക്കുറിച്ച് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ മൂണിനെ കുറിച്ചുള്ള സയൻറ്റിഫിക് സ്റ്റഡി അറിയപ്പെടുന്ന പേരാണ് സെലനോളജി. The study of the surface and physical features of the moon is called selenography. അപ്പോൾ ആ ഒരു മൂണിൻ്റെ സർഫസിനെ കുറിച്ചും അവിടെയുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സിനെ കുറിച്ചുള്ള പഠനത്തിൻ്റെ പേരാണ് സെലനോഗ്രഫി. നെക്സ്റ്റ് കാലണ്ടർ ആണ്. വാട്ട് ഇസ് ദ യൂസ് ഓഫ് ദ കാലണ്ടർ? കാലണ്ടർ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അറിയാലേ? ഡേറ്റ് നോക്കാനും ഹോളിഡേയ്സ് അറിയാനും പല മുഹൂർത്തങ്ങൾ നോക്കാനും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ കാലണ്ടർ നോക്കിയാണ് അറിയുന്നത് അല്ലേ. റൈറ്റ് ഡൗൺ ദ നെയിംസ് ഓഫ് ഇംഗ്ലീഷ് മന്ത്സ് യൂസിങ് ദ കാലണ്ടർ ഇൻ യുവർ ക്ലാസ് റൂം. നിങ്ങളുടെ ക്ലാസ് റൂമിലുള്ള കാലണ്ടർ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതുപോലെ മന്തിൻ്റെ പേര് എഴുതുക. നവംബർ 2025 കാലണ്ടറാണ് നിങ്ങൾക്ക് അവർ തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. നമുക്ക് 12 മാസങ്ങളാണ്. ഇൻ വിച്ച് മന്ത് ഓഫ് ദി ഇംഗ്ലീഷ് കാലണ്ടർ ഡസ് ടുഡേ അക്കർ എന്നാണ് ചോദിക്കുന്നത്. ഇന്ന് ഏത്, നമ്മളിപ്പോൾ ഞാൻ ഇന്നത്തെ ഡേറ്റ് പറയാം. ഇന്നിപ്പോൾ നവംബർ ആണ്, ഒക്ടോബർ അല്ല. നവംബർ ആണ്. ലൈക്വൈസ് യു നോ ദാറ്റ് ദർ ആർ മലയാളം മന്ത്സ് ഓൾസോ. നമുക്കറിയാം മലയാള മാസങ്ങളുണ്ട്. കൊല്ലവർഷത്തിൽ മലയാള മാസങ്ങൾ വരും. ലെറ്റ് us sing a song including the names of മലയാളം മന്ത്സ്. മലയാളം മന്ത്സ് ഇൻക്ലൂഡ് ചെയ്തൊരു സോങ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. മന്ത്സ് ആൻഡ് റെയിൻ. അത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മലയാള മാസങ്ങളുടെ പേര് കിട്ടും. ഞാൻ മലയാള മാസങ്ങൾ മാത്രം ഇതിൽ അണ്ടർലൈൻ ചെയ്ത് കാണിക്കാം. ചിങ്ങമഴ എന്നുള്ളതിൽ ചിങ്ങമുണ്ട്, കന്നിമഴ എന്നുള്ളതിൽ കന്നിയുണ്ട്, അതുപോലെ തന്നെ തുലാമഴ എന്നുള്ളതിൽ തുലാമുണ്ട്, വൃശ്ചികം എന്ന് പറയുന്നതിൽ വൃശ്ചികമുണ്ട്. നെക്സ്റ്റ് ധനു, മകരം കണ്ടല്ലോ, കുംഭം, മീനം, മേടം, അതുപോലെ തന്നെ ഇടവം, മിഥുനം, കർക്കിടകം. ഇത്രയുമാണ് നമ്മൾക്ക് വരുന്ന മലയാളം മാസങ്ങൾ. ഈ മലയാള മാസങ്ങളുടെ പേരും കൂടി നമുക്ക് അങ്ങോട്ട് എഴുതാം. കണ്ടല്ലോ, ആ റെയിൻ സോങ്ങിൽ പറഞ്ഞിട്ടുള്ള പേരുകൾ എഴുതാനാണ് ചോദ്യം. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം. എത്ര എണ്ണം ഉണ്ട്?
12 മന്ത് തന്നെയാണ് ഇതിലുള്ളത്. ദീസ് ആർ ദ മലയാളം മന്ത്സ് ദാറ്റ് കം അണ്ടർ ദ കൊല്ലവർഷ കാലണ്ടർ. അപ്പോൾ മലയാള മാസങ്ങളെ നമ്മൾ കൊല്ലവർഷം എന്നാണ് പറയുക. കൊല്ലവർഷ കാലണ്ടറിലുള്ള മലയാള മാസങ്ങളാണിത്. നെയിം ദ മലയാളം മന്ത്സ് ബൈ റെഫറിംഗ് ദ കാലണ്ടർ. ഇൻ വിച്ച് മന്ത് ഓഫ് കൊല്ലവർഷ കാലണ്ടർ ഡസ് ടുഡേ അക്കർ. അപ്പോൾ ഇന്ന് ഏത് ഇതിലാണ് ഒക്കർ ചെയ്യണം എന്നുള്ളതാണ് തുലാമാണ് കേട്ടോ. ലിസൺ ടു ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ജൂബി ആൻഡ് സൂര്യ. ജൂബിയും സൂര്യയും തമ്മിലുള്ള കോൺവെർസേഷൻ വായിക്കാം. ജൂബി, ഇറ്റ് ഈസ് മാർക്ക്ഡ് ശകവർഷം ഇൻ ദിസ് കാലണ്ടർ. ഈ കാലണ്ടർ ശകവർഷ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ കുട്ടിയുടെ റിപ്ലൈ, ഏ സൂര്യ, ഹിജറ വർഷം ഈസ് ഓൾസോ മാർക്ക്ഡ് ഹിയർ. അപ്പോൾ വേറൊരു വർഷം കൂടി ഇതിൽ മാർക്ക് ചെയ്തിരിക്കുന്നു, ഹിജറ വർഷം. അപ്പോൾ എന്താണ് ശകവർഷം, എന്താണ് ഹിജറ വർഷം എന്ന് നോക്കാം. ലെറ്റ് us examine the numbers in a column of the calendar for the month of November 2025 to clarify the doubts of Jubi and Surya. അപ്പോൾ 24 എന്നുള്ള ഡേറ്റിൽ സൈഡിൽ 3 ഉണ്ട്, ദെൻ 2 ഉണ്ട്, ഇവിടെ ഒരു 8 ഉണ്ട് അല്ലേ. മെയിൻ ആയിട്ടുള്ള ഡേറ്റ് 24 ആണ്. അപ്പോൾ എന്താണ് ഈ സംഭവങ്ങളൊക്കെ, ഈ ബാക്കിയുള്ള നമ്പേഴ്സൊക്കെ എന്തിനാണ്? വിച്ച് ഈസ് ദ ഡേറ്റ് ഇൻ ദ കോളം ഗിവൺ എബോവ്. നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് വിച്ച് ആർ ദ അതർ നമ്പേഴ്സ് ഇൻ ദ കോളം, വാട്ട് ഡു ദേ റെപ്രസെൻറ്റ്. എന്തൊക്കെയാണ് ഈ 3, 2, 8, 24 എന്തിനൊക്കെ റെപ്രസെൻറ്റ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഈ 24 എന്നുള്ള വലിയ ആ നമ്പർ ഇംഗ്ലീഷ് കാലണ്ടറിലെ നോർമൽ മന്തിനെ തന്നെയാണ്. അതിനെ ഗ്രിഗോറിയൻ എന്ന് പറയും നമ്മൾ. 2025 നവംബർ 24. ഓക്കെ. 8 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് കൊല്ലവർഷമാണ്. കൊല്ലവർഷം 8-ാം തീയതി. വൃശ്ചികം 1201 ആണ് വർഷം വരുന്നത്. വൃശ്ചിക മാസമാണ് 8-ാം തീയതി എന്ന് കൊടുത്തിരിക്കുന്നു. പിന്നെ നമ്മൾ പറഞ്ഞ ശകവർഷം എന്ന് പറഞ്ഞല്ലോ. ശകവർഷം 1947 ആണിത്. അഗ്രഹായാന എന്ന് പറയും ആ മാസത്തെ. ദെൻ 3 ആണ് ആ ഡേറ്റ് വരുന്നത് കേട്ടോ. പിന്നെ ഹിജറ വർഷം 1447 ആണിത്. മന്ത് വരുമ്പോൾ ജമാത് ഉൽ അക്കീർ എന്ന് പറയും. 2-ാം തീയതിയാണ്. ഓക്കെ. അപ്പോൾ ദ അതർ നമ്പേഴ്സ് ഗിവൺ ഇൻ സ്മോളർ ഫോണ്ട് സൈസ് ഇൻ ദ കോളം ഓഫ് ദ ഇംഗ്ലീഷ് കാലണ്ടർ റെപ്രസെൻറ്റ് ദ ഡേ ഇൻ കൊല്ലവർഷം, ഷഗ ഇയർ, ഹിജറ ഇയർ. അപ്പോൾ നമ്മൾ കാലണ്ടറിൽ മെയിൻ വലിയ ലെറ്ററിലോ അല്ലാത്ത കുഞ്ഞു കുഞ്ഞതായിട്ട് എഴുതിയിരിക്കുന്ന ലെറ്റേഴ്സ് കാണുന്നുണ്ടാവുമല്ലോ. അതിൽ ചില കാലണ്ടറിൽ ഇത് രണ്ടും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. ശകവർഷം, ഹിജറ വർഷം. നിങ്ങളുടെ കാലണ്ടറിൽ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കൊല്ലവർഷം എല്ലാ കാലണ്ടറിലും ഉണ്ടാവും. നമ്മൾ യൂസ് ചെയ്യുന്ന കാലണ്ടറിലൊക്കെ നമുക്ക് കൊല്ലവർഷം ഡേറ്റുകൾ കാണാൻ പറ്റും. ശകവർഷം, ഹിജറ വർഷവും തന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ നിങ്ങളുടെ കാലണ്ടർ ഒന്ന് നോക്കുക. അപ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് തന്നിരിക്കുന്നതാണ് ഒബ്സർവ് ടുഡേയ്സ് ഡേറ്റ് ഇൻ ദ കാലണ്ടർ ആൻഡ് കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ. ഇന്നത്തെ ഡേറ്റ് നോക്കുക. ഇന്നത്തെ ഡേറ്റ് നവംബർ 11 ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ കൊല്ലവർഷം, ശകവർഷം, ഹിജറയും എഴുതണം. അപ്പോൾ ഗ്രിഗോറിയൻ ഇയർ എന്ന് പറയുന്നത് നമ്മൾ നോർമൽ തന്നെയാണ് എഴുതേണ്ടത്. 2025 നവംബർ 11. അത് തന്നെ കൊല്ലവർഷത്തിലെ ഡേറ്റ് നോക്കുകയാണെങ്കിൽ 1201 തുലാം 25-ാം തീയതി. ശകവർഷമാണെങ്കിൽ 1947 തന്നെയാണ് കാർത്തിക 20. ഹിജറ ഇയർ ആണെങ്കിൽ 1447 റാബി അൽ താനി 20. ഓക്കെ. നെക്സ്റ്റ് മാർക്ക് ട്രൂ ഫോൾസ് യൂസിങ് ഈ സിമ്പിൾസ് ഉപയോഗിച്ച് ട്രൂ ഓർ ഫോൾസ് ആണ്. അപ്പോൾ ഞാനത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്, എങ്കിലും ഒന്ന് വായിക്കാം. ഈച്ച് കാലണ്ടർ ഹാസ് മന്ത് വിത്ത് ഡിഫറെൻറ്റ് നെയിംസ്. ഓരോ കാലണ്ടർ മാസവും ഓരോ ഡിഫറെൻറ്റ് നെയിംസിലാണ്. യെസ്, അപ്പോൾ അത് ട്രൂ ആണ്. The number of month in the കൊല്ലവർഷ calendar and Gregorian calendar are different. മാസങ്ങൾ കൊല്ലവർഷ കാലണ്ടറിലും ഗ്രിഗോറിയൻ കാലണ്ടറിലും വ്യത്യാസമാണെന്നാണ് ഇവർ പറയണത്. അത് തെറ്റാണ്. 2 കാലണ്ടറിലും 12 മന്ത് തന്നെയാണുള്ളത്. അപ്പോൾ അത് തെറ്റാണ് കേട്ടോ. ഷഗ ഇയർ ഇസ് അനദർ നെയിം ഫോർ കൊല്ലവർഷം. കൊല്ലവർഷത്തിൻ്റെ വേറൊരു പേരാണ് ഷഗ ഇയർ. അത് തെറ്റാണ്. ഇംഗ്ലീഷ് കാലണ്ടർ ഈസ് ഓൾസോ നോൺ എസ് ഗ്രിഗോറിയൻ കാലണ്ടർ. ഇംഗ്ലീഷ് കാലണ്ടറിൻ്റെ വേറൊരു പേരാണ് ഗ്രിഗോറിയൻ കാലണ്ടർ. അത് ശരിയാണ്. മലയാളം മന്ത്സ് കം അണ്ടർ കൊല്ലവർഷം. മലയാള മാസങ്ങൾ വരുന്നത് കൊല്ലവർഷത്തിലാണ്. അത് ശരിയാണ്. യൂസിങ് കാലണ്ടർ ഓഫ് ദി കറണ്ട് ഇയർ ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ ദ മന്ത് ഓഫ് ഇംഗ്ലീഷ് കാലണ്ടർ ആൻഡ് കൊല്ലവർഷ കാലണ്ടർ. അപ്പോൾ നിങ്ങളുടെ കാലണ്ടർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വർഷത്തിൽ എത്ര ദിവസങ്ങൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. 2025 ആണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് 2025 ആകെ വരുന്ന നമ്പർ ഓഫ് ഡേയ്സ്. ഇത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നോർമലായിട്ട് എത്ര ദിവസങ്ങൾ ഈ വർഷത്തിൽ വരുന്നുണ്ടെന്നുള്ളത് കിട്ടും കേട്ടോ. ത്രീ 365 ഡേയ്സ് തന്നെയാണ് വരിക.
അപ്പോൾ ജാനുവരി 31, ഫെബ്രുവരി 28, മാർച്ച് 31, ഏപ്രിൽ 30, മെയ് 31, ജൂൺ 30, ജൂലൈ 31, ഓഗസ്റ്റ് 31 ഡേയ്സ് ആണ് കേട്ടോ. 31 ഡേ ഉണ്ട്. സെപ്റ്റംബർ 30, ഒക്ടോബർ 31, നവംബർ 30, ഡിസംബർ 31. ഇത് തന്നെ നമ്പർ ഓഫ് ഡേയ്സ് നമ്മൾ മലയാളം മാസത്തിൽ എടുക്കുകയാണെങ്കിൽ ഡിഫറൻസ് വരുന്നുണ്ട് ദിവസങ്ങൾ കേട്ടോ. ചിങ്ങത്തിൽ 31 ദിവസമുണ്ട്, കന്നിയിൽ 31, തുലാം 30. ഈ വർഷത്തെ കാലണ്ടർ നോക്കുക കേട്ടോ. നിങ്ങൾ 2025 കാലണ്ടർ എടുത്ത് വെച്ചൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ദിവസങ്ങൾ. വൃശ്ചികം 30, ധനു 29, മകരം 30, കുംഭം 30 തന്നെയാണ്, മീനം 31, മേടം 31, ഇടവം 31, മിഥുനം 32 ദിവസം മിഥുന മാസത്തിലുണ്ട്, കർക്കിടകം 31. അപ്പോൾ ഇത് കാലണ്ടർ നോക്കിയിട്ടതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. 2025 നിങ്ങൾ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ്, ലെറ്റ്സ് പ്രിപ്പയർ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദ കംപ്ലീറ്റഡ് ടേബിൾ. ആ ടേബിൾ നോക്കിക്കൊണ്ട് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. ഇൻ വിച്ച് മന്ത് ഡസ് ദ മലയാളം ഇയർ, കൊല്ലവർഷം ബിഗിൻ? കൊല്ലവർഷം തുടങ്ങുന്നത് ചിങ്ങം. വിച്ച് മന്ത് ഇൻ ദ ഇംഗ്ലീഷ് ഇയർ ഹാസ് ദ ലീസ്റ്റ് നമ്പർ ഓഫ് ഡേയ്സ്, ഏറ്റവും കുറവ് ദിവസങ്ങളുള്ളത് ഫെബ്രുവരി. വിച്ച് മന്ത് ഹാവ് ഈക്വൽ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ ഗ്രിഗോറിയൻ ഇയർ ആൻഡ് കൊല്ലവർഷം? ഗ്രിഗോറിയൻ കലണ്ടറിലും കൊല്ലവർഷത്തിലും ഈക്വൽ നമ്പർ ഓഫ് ഡേയ്സ് വരുന്നത് ഏതൊക്കെ മാസത്തിലാണെന്നാണ്. ഇത് ഇങ്ങനെയാണ് വരിക കേട്ടോ. ജാനുവരിയും ചിങ്ങവും ഒരേ മാസങ്ങളാണ്. ഏപ്രിൽ വൃശ്ചികം, ജൂൺ മകരം, ഓഗസ്റ്റ് മീനം, ഒക്ടോബർ ഇടവം, ഡിസംബർ കർക്കിടകം. ഒരേ ദിവസങ്ങളാണ്. 30 ആണെങ്കിൽ 30 തന്നെ, 31 ആണെങ്കിൽ 31 തന്നെ, അങ്ങനെയാണ് വരുന്നത്. ഇതും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് നമുക്ക് ലെറ്റസ് ആക്സസ് ആണ്. നമുക്ക് നോക്കാം ഇതിൻ്റെ ആൻസേഴ്സ്. എർത്തിൻ്റെ സാറ്റലൈറ്റ്, ആദ്യം ഞാനിതൊന്ന് പറയാം. സാറ്റലൈറ്റ് ഓഫ് ദ എർത്ത് ഏതാണ്? മൂണാണ് കേട്ടോ. നവംബർ 30 ഡേയ്സ് ആണ് വരിക. പ്ലാനറ്റ്സ് ഇൻ ദ സോളാർ സിസ്റ്റം ഏതാണ് പ്ലാനറ്റ്? എത്ര പ്ലാനറ്റാ? 8. റൊട്ടേഷൻ ഓഫ് ദ എർത്തിൻ്റെ റൊട്ടേഷൻ എടുക്കുന്ന സമയം 24 മണിക്കൂറാണ്. 1 ഇയർ 365, 1/4, 365, 1/4 ഡേയ്സ്. ബിഗ്ഗസ്റ്റ് പ്ലാനറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം ജൂപ്പിറ്റർ. ഇനി ഇത് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. സാറ്റലൈറ്റ് 3 ആണ്, നവംബറിൽ 30 ദിവസം, പ്ലാനറ്റ് 8, റൊട്ടേഷൻ 24 അവേഴ്സ്, 1 ഇയർ 365, 1/4 ഡേയ്സ്, ബിഗ്ഗസ്റ്റ് പ്ലാനറ്റ് ജൂപ്പിറ്റർ. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ശരിക്കും 365 1/4 ഡേയ്സ് വരും. പക്ഷെ നമ്മൾ ഈ 1/4 കണക്കാക്കില്ല കേട്ടോ. എന്തുകൊണ്ടാണ് കണക്കാക്കാത്തത് ചോദിച്ചാൽ, ഈ 1/4 കാല് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ക്വാർട്ടർ 4 വർഷങ്ങളിൽ വരുന്ന ഇതെടുത്തിട്ടാണ് നമ്മൾ ഫെബ്രുവരി 4 വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഒരു കാലണ്ടറിൽ ഫെബ്രുവരിയിൽ എന്തുണ്ടാവും? 29 ഡേയ്സ് ഉണ്ടാവും. സാധാരണ ഫെബ്രുവരിയിൽ 28 ദിവസമേ ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ 4 ഇയേഴ്സ് കഴിയുമ്പോൾ വരുന്ന ഒരെണ്ണത്ത് 29 ദിവസം വരും. ആ ഒരു ഡേ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ കാലം അവിടെയാണ് കണക്കാക്കുക കേട്ടോ. സാധാരണ 365 ഡേയ്സ് തന്നെയാണ് നമ്മൾ നോക്കുക. 365 1/4 ഡേയ്സ് നമുക്ക് കണക്കാക്കാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത് തന്നിരിക്കുന്നത് ഒരു പസിൽ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ആദ്യം പസിൽസിൻ്റെ ആൻസേഴ്സ് ഞാനിവിടെ പറയാം. നിങ്ങളത് നോട്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബുക്കിൽ മാർക്ക് ചെയ്തെടുക്കുക. ഡൗണിൽ തന്നിരിക്കുന്നത് ദ ഡേ ഇൻ വിച്ച് വി കാൺ സീ ദ മൂൺ അറ്റ് ഓൾ, നമുക്ക് ചന്ദ്രനെ കാണാൻ പറ്റാത്തത് ന്യൂ മൂൺ ഡേ. അടുത്തത് ദ പ്ലാനറ്റ് വിച്ച് ഇസ് ക്ലോസസ്റ്റ് ടു ദ എർത്ത്, എർത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് വീനസ്, എർത്തിനോട് അടുത്ത് നിൽക്കുന്നതാണ് കേട്ടോ. The movement of celestial bodies in its own axis, rotation. Next, fourth, the celestial bodies that revolve around the sun in a definite path, planets. Sixth, the planet in which we live, നമ്മൾ ജീവിക്കുന്ന planet earth. 7, the Malayalam month in which we celebrate Vishu, answer Medam. 8th, a month in Kollavarsham, Kanni. 9, the month in which the schools reopen in Kerala, answer June. 10th, the first month in the Gregorian calendar, January. അപ്പോൾ ആൻസേഴ്സ് എല്ലാവരും നോട്ട് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ആൻസേഴ്സ് വരിക. 10 എണ്ണത്തിൻ്റെ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ടു ദ റൈറ്റ് എന്ന് പറഞ്ഞിട്ട് 5, the day in which we can see the entire illuminated part of the moon, full moon. 11, a planet, ഒരു പ്ലാനറ്റിൻ്റെ പേര്, മാസ്. 12, the movement of celestial bodies around the sun, revolution. 13, the satellite of the earth, moon. 14, the celestial body that moves around a planet, satellite. 15, the planet with rings, Saturn. ഇതേപോലെ മാർക്ക് ചെയ്യുക കേട്ടോ. ഞാൻ എല്ലാം ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ പസിൽ കംപ്ലീറ്റ് ചെയ്യുക. നമ്മുടെ രണ്ടാമത്തെ ആക്ടിവിറ്റി ലെറ്റസ് ആക്സസിൽ വരുന്നത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ്. ഇത് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ.
വേണ്ടവർ നോട്ട് ചെയ്തെടുക്കുക. അടുത്തത് യൂസിങ് ദ കാലണ്ടർ ഐഡൻറ്റിഫൈ ഇൻ എനി വൺ ഓഫ് ദ മന്ത് ഇൻ വിച്ച് ദ ഡേയ്സ് മാർക്ക്ഡ് ആസ് ഫുൾ മൂൺ ആൻഡ് ന്യൂ മൂൺ. ഏതെങ്കിലും ഒരു മാസത്തിലെ കാലണ്ടർ എടുക്കുക, എന്നിട്ട് ആ മാസത്തിൽ ഏത് ദിവസമാണ് ഫുൾ മൂണും ന്യൂ മൂണും വരുന്നത് എന്നാണ് ചോദ്യം. ഞാൻ നവംബറിലെ കാലണ്ടർ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഫുൾ മൂണും ന്യൂ മൂണും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടല്ലോ, പൂർണ്ണചന്ദ്രൻ വരുന്നത് ഫുൾ മൂൺ ഡേ 5-ാം തീയതി, നവംബർ 5-ന് കഴിഞ്ഞു. ഫുൾ മൂൺ ഡേ നവംബർ 5-ന് വരും. അതുപോലെ തന്നെ ന്യൂ മൂൺ ഡേ കണ്ടോ, ഫുൾ ഡാർക്ക് ആവുന്ന ദിവസം നവംബർ 20. അതിനി വരാനിരിക്കുന്ന ദിവസമാണ് നവംബർ 20. ഇതാണ് വരിക കേട്ടോ, നവംബർ 5. ഞാൻ നവംബർ മാസത്തെ കാലണ്ടർ എടുത്തത് കൊണ്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു മാസം എടുക്കുക. ആ മാസത്തിൽ ഇതുപോലെ കാണും, നമുക്ക് ഇങ്ങനെ വെള്ള കളറിലൊരു റൗണ്ട് കാണും. ഒരു ഡാർക്ക് ഷെയ്ഡൊന്നും കൊടുക്കാണ്ട് കാണുകയാണെങ്കിൽ അത് ഏതാ ഫുൾ മൂൺ ഡേയും, ഡാർക്കായിട്ട് ഇതാണ്ട് ഒരു കറുത്ത പൊട്ട് പോലെ കാണുകയാണെങ്കിൽ അത് ന്യൂ മൂൺ ഡേയും ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കുക. ഇത് നവംബർ 5-ഉം നവംബർ 20-ഉമാണ് ഞാൻ ഇതിൻ്റെ ആൻസർ ആയിട്ട് പറയുന്നത്. നവംബർ 5 and 20 കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.